നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേദജ്യോതിഷത്തിലെ ഏറ്റവും ശക്തനായ കർമ്മഫലദാതാവിനെ കുറിച്ചാണ്, ശനിയെക്കുറിച്ച്. ഇന്ന് ഏപ്രിൽ 17 മുതൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. ശനി തന്റെ നക്ഷത്രസ്ഥാനം മാറുന്നു. ഉത്തരഭദ്രപാദം എന്ന നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിലേക്കാണ് ശനി ഇന്ന് കടക്കുന്നത്. ഈ മാറ്റം ചെറുതല്ല, കാരണം മെയ് 17 വരെ കൃത്യം ഒരു മാസക്കാലം ശനി ഈ സ്ഥാനത്ത് തുടരും. ഒരു മാസം എന്നത് ശനിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാലയളവാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ശനി നമ്മുടെ കർമ്മങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്ന ഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ശനി ഫലം തരാതിരിക്കില്ല. നല്ലത് ചെയ്താൽ നല്ലത്, തെറ്റ് ചെയ്താൽ അതിന്റെ അനുഭവവും. അതുകൊണ്ട് തന്നെ ശനിയുടെ ഈ നക്ഷത്രമാറ്റം ചില രാശിക്കാർക്ക് പരീക്ഷണകാലമാണ്. പ്രത്യേകിച്ച് 4 രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ അസ്വസ്ഥതകൾക്ക് ഈ സമയം വഴിയൊരുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഏതൊക്കെ മേഖലകളെയാണ് ഇത് ബാധിക്കുക? ഒന്നാമത്, ദൈനംദിന ജീവിതം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നേക്കാം. രണ്ടാമത്, ജോലി. ഉണ്ടായിരുന്ന ജോലി പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണിത്. മൂന്നാമത്, സാമ്പത്തികം. വരവിനേക്കാൾ ചെലവ് കൂടും. നാലാമത്, ബന്ധങ്ങൾ. കുടുംബത്തിലും പ്രണയത്തിലും സൗഹൃദത്തിലും അകലം വരാം. ഇനി നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട 4 രാശികളിലേക്ക് കടക്കാം. ആദ്യം പറയുന്നത് നിങ്ങളുടെ രാശിയാണെങ്കിൽ ദയവായി മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഭയപ്പെടാനല്ല, കരുതിയിരിക്കാനാണ്. 1. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം, രോഹിണി നക്ഷത്രം പൂർണ്ണമായും, മകയിരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി എന്നിവരാണ് ഇടവം രാശിയിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മാസം സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ മാസമാണ്. പണം കയ്യിൽ നിൽക്കില്ല. അപ്രതീക്ഷിത ചെലവുകൾ വന്നു വീഴും. കടം വാങ്ങുന്ന സാഹചര്യം ഉണ്ടായേക്കാം. കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ സമയത്ത് പുതിയ ലോണുകൾ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗം, വലിയ പർച്ചേസുകൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ കരിയറിനെ സംബന്ധിച്ച ഒരു പ്രധാന തീരുമാനവും ഇപ്പോൾ എടുക്കരുത്. ജോലി മാറാൻ നോക്കുന്നവർ മെയ് 17 ശേഷം മാത്രം ആലോചിച്ചാൽ മതി. ബിസിനസ് ചെയ്യുന്നവർ പാർട്ണർഷിപ്പ് ഡീലുകൾ, പുതിയ നിക്ഷേപങ്ങൾ എന്നിവ തൽക്കാലം നിർത്തിവെക്കുക. കുടുംബജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ അവരെ വേദനിപ്പിക്കാതെ നോക്കുക. ഈ സമയത്ത് ഏറ്റവും വലിയ ഭീഷണി ജോലി നഷ്ടമാണ്. അതുകൊണ്ട് ജോലി സ്ഥലത്ത് 100% ആത്മാർത്ഥത കാണിക്കുക. മേലുദ്യോഗസ്ഥരുമായി തർക്കമരുത്. 2. കന്നി രാശി. ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം നക്ഷത്രം പൂർണ്ണമായും, ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി എന്നിവരാണ് കന്നി രാശിക്കാർ. നിങ്ങൾക്ക് ഈ കാലയളവ് വഞ്ചനയുടെ കാലമാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ 2 തവണ ആലോചിക്കുക. ഓൺലൈൻ തട്ടിപ്പുകൾ, വ്യാജ സ്കീമുകൾ, പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരെയും അന്ധമായി വിശ്വസിച്ച് പണം കൊടുക്കരുത്. വരുമാനത്തിൽ ഒരു കുറവ് വരും, പക്ഷേ ചെലവുകൾ കൂടുകയും ചെയ്യും. ഈ 2 വശവും ചേർന്നാകുമ്പോൾ മാനസിക സമ്മർദ്ദമുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു മാസം 1 രൂപ പോലും നിക്ഷേപിക്കാൻ നിൽക്കരുത്. സ്വർണം വാങ്ങുക, ഭൂമി ഇടപാട് നടത്തുക, ഷെയർ മാർക്കറ്റിൽ പണം ഇറക്കുക എന്നതൊന്നും ഇപ്പോൾ വേണ്ട. കുടുംബത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും തെറ്റിദ്ധരിക്കപ്പെടാം. ക്ഷമയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. സംയമനം പാലിക്കുക. വീട്ടിലെ സമാധാനം കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രധാന കടമ. 3. ധനുരാശി. മൂലം നക്ഷത്രം പൂർണ്ണമായും, പൂരാടം നക്ഷത്രം പൂർണ്ണമായും, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നിവരാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത്. ധനുരാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അധികമാകുന്ന സമയമാണ്. നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം ഈ ഒരു മാസം തിരികെ കിട്ടാൻ സാധ്യതയില്ല. അത് കുടുങ്ങിപ്പോകും. അതുകൊണ്ട് പുതിയതായി ആർക്കും കടം കൊടുക്കരുത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് കടുത്ത പരീക്ഷണ കാലമാണ്. നിങ്ങളുടെ ബിസിനസ് പങ്കാളിയെ പോലും അന്ധമായി വിശ്വസിക്കരുത്. കണക്കുകൾ എല്ലാം സ്വയം പരിശോധിക്കുക. പുതിയ സംരംഭം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ആ പ്ലാൻ മെയ് 17 ശേഷത്തേക്ക് മാറ്റിവെക്കുക. ഇപ്പോൾ തുടങ്ങിയാൽ അത് വിജയിക്കാൻ പ്രയാസമാണ്. പ്രണയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് ഈ സമയം അനുകൂലമല്ല. തെറ്റിദ്ധാരണകൾ വരാം, പിരിയാൻ വരെ കാരണമായേക്കാം. അതുകൊണ്ട് പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക. ഈഗോ വേണ്ട. 4. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതി, ചതയം നക്ഷത്രം പൂർണ്ണമായും, പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നിവരാണ് കുംഭം രാശിക്കാർ. നിങ്ങൾക്ക് ജോലിസ്ഥലമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മാനസികമായി നിങ്ങൾ തളർന്നു പോകും. ജോലിഭാരം കൂടിയതായി തോന്നും. ചെയ്ത ജോലിക്ക് അംഗീകാരം കിട്ടാതെ വരും. ഇതെല്ലാം കൂടി സമ്മർദ്ദമുണ്ടാക്കും. ബിസിനസ്സുകാർക്ക് നഷ്ടസാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പോലും അതിന്റെ ഫലം കിട്ടാതെ വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഏകാഗ്രത കിട്ടാൻ പ്രയാസമാണ്. പഠിച്ചത് മറന്നുപോകും. പരീക്ഷയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ രാശിക്കാർക്ക് ക്ഷമയും ശ്രദ്ധയും ജീവവായു പോലെ വേണ്ട സമയമാണ്. ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കുക. ഇനി ഈ 4 രാശിക്കാർ മാത്രമല്ല, എല്ലാ യുവാക്കളും ഈ ശനിയുടെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശനി എന്ന് പറഞ്ഞാൽ ചിട്ടയുടെ ഗ്രഹമാണ്, അച്ചടക്കത്തിന്റെ ഗ്രഹമാണ്.
അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങളുടെ ദിനചര്യ ചിട്ടയോടെയാക്കുക. രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, രാത്രി കൃത്യസമയത്ത് ഉറങ്ങുക. ഈ ലളിതമായ ശീലങ്ങൾ പോലും ശനിയുടെ നെഗറ്റീവ് എനർജിയെ ചെറുക്കാൻ നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം ചെലവ്. എന്ത് വാങ്ങുമ്പോഴും ഇത് എനിക്കിപ്പോൾ അത്യാവശ്യമാണോ എന്ന് സ്വയം ചോദിക്കുക. അനാവശ്യ ഷോപ്പിംഗ്, ആഡംബര ചെലവുകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. കയ്യിലുള്ള പണം സൂക്ഷിക്കുക എന്നതാണ് ഈ മാസത്തെ മന്ത്രം. മൂന്നാമത് ബന്ധങ്ങൾ. ശനിയുടെ നോട്ടം ബന്ധങ്ങളിലും വീഴും. സുഹൃത്തുക്കൾ അകലുന്നതായി തോന്നാം, പ്രണയത്തിൽ അകലം വരാം, വീട്ടിൽ വഴക്കുകൂടാം. ഇത് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കരുത്. ഒന്ന് നിർത്തി ചിന്തിക്കുക. ആരോഗ്യകരമായ അതിർവരമ്പുകൾ വയ്ക്കുക. ആത്മാഭിമാനം കൈവിടാതെ നോക്കുക. ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനുള്ള ശനിയുടെ പരീക്ഷണമാണെന്ന് ഓർക്കുക. കരിയറിന്റെ കാര്യത്തിൽ സംശയമുള്ളവർ ഈ സമയത്ത് ഒരു വഴികാട്ടിയെ കാണുക. ഒരു മെന്ററുടെ അഭിപ്രായം തേടുക. ചിലപ്പോൾ അവർ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും, പക്ഷെ ആ സത്യസന്ധമായ അഭിപ്രായങ്ങളാണ് നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കുക. ജോലി, ഉപരിപഠനം, പുതിയ കഴിവുകൾ പഠിക്കുക എന്നതിലെല്ലാം വ്യക്തത കിട്ടാൻ ഇത് സഹായിക്കും. അവസാനമായി പറയട്ടെ, ശനി ആരുടെയും ശത്രുവല്ല. ശനി ഒരു അധ്യാപകനാണ്, കർശനമായ ഒരു അധ്യാപകൻ. പരീക്ഷ നടത്തി നമ്മളെ പഠിപ്പിക്കും. ഈ ഒരു മാസക്കാലം ശനി നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മുടെ ക്ഷമയെ, നമ്മുടെ ആത്മാർത്ഥതയെ, നമ്മുടെ കർമ്മങ്ങളെ. ഈ പരീക്ഷയിൽ നമ്മൾ ജയിച്ചാൽ ശനി തരുന്ന സമ്മാനം വളരെ വലുതായിരിക്കും. സ്ഥിരതയുള്ള ജോലി, ഭദ്രമായ സാമ്പത്തിക ഭാവി, ശക്തമായ ബന്ധങ്ങൾ. അതുകൊണ്ട് ഭയക്കേണ്ട, പകരം കരുതിയിരിക്കുക. ജാഗ്രതയോടെ ഓരോ ദിവസവും മുന്നോട്ടു പോവുക. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. നിങ്ങളുടെ കർമ്മം ശുദ്ധമാണെങ്കിൽ ശനിയെ പേടിക്കേണ്ട കാര്യമില്ല. ഇത്രയുമായിരുന്നു ഇന്നത്തെ ശ്രീരാഗം ആസ്ട്രോളജി. ശനിയുടെ നക്ഷത്രമാറ്റത്തെക്കുറിച്ചും അതിന്റെ ഫലങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വിവരം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. അവരും കരുതിയിരിക്കട്ടെ. നമ്മൾ വീണ്ടും കാണാം അടുത്ത ഒരു പ്രധാന ജ്യോതിഷ വിശേഷവുമായി. അതുവരെ എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. ശ്രീരാഗം ആസ്ട്രോളജി. നന്ദി.